ഹലോ, ഗുഡ് ആൻഡ് ടാഗ്. എങ്ങനെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടി, ഞാൻ വർക്ക് ചെയ്തു, ഞാൻ എങ്ങനെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തു, എൻ്റെ സ്റ്റേബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ഇന്നലെ വന്ന ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സേ യു ഗൈസ് ദാറ്റ് കാര്യം. ഓക്കെ, ബേസിക്കലി ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോയിഷ് പഠിക്കാൻ കയറി. അങ്ങനെ ഡോയിഷ് പഠിക്കാൻ കയറി, ഡോയിഷ് പഠിച്ചു. ദെൻ അതിന് ശേഷം എക്സാം എഴുതി. ഈ ഡോയിഷ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഡാർക്ക് റിയാലിറ്റി, അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഇയർ കൊണ്ട് പഠിക്കുന്നു, അത് കഴിയുമ്പോൾ പോകുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഗൈസ്. മിനിമം ഒരു 2 to 3 ഇയർ ഒക്കെ ഭയങ്കരമായിട്ട് സമയം പോകുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ 2 പാസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ 3ാമത്തെ സമയത്താണ് എനിക്ക് സമയമുണ്ടെന്ന് മനസ്സിലാക്കിയത്. വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റപ്പ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിൻസി ചേച്ചിയുടെ സ്ഥലം എന്ന് പറയുന്നത് കാലിക്കട്ടാണ്. അങ്ങനെ അവർ കാലിക്കട്ടിൽ നിന്നും ഞാൻ തൃശ്ശൂരിൽ നിന്നും അങ്ങനെ നമ്മളുടെ കേരളത്തിലുള്ള പല സ്ഥലത്തു നിന്നുള്ള വ്ളോഗർമാർ ഈ ഒരു പരിപാടിക്ക്, ഇത് ആക്ച്വലി ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ വെളിയനാടിൻ്റെ ഒരു എന്താ പറയുക, റീബിൽഡ് കേരള മിഷൻ്റെ ഒരു പരിപാടിയായിരുന്നു വെളിയനാട്. ഓക്കെ, അപ്പോൾ വെളിയനാട് ഒരു വ്ളോഗർമാരുടെ ഒരു മീറ്റപ്പ്, ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, ആ സംഭവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് റിൻസി ചേച്ചിനെ കാണുന്നത്. ബേസിക്കലി ഇതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എന്ത് ജോലിയാണ് ചെയ്തത്? ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ എനിക്കറിയില്ല സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രൊഫഷൻ ഉണ്ടെന്ന്. പക്ഷേ അതായത് വീഡിയോ എഡിറ്റർ, വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഈ 2 കാര്യങ്ങൾക്കാണ് എന്നെ അവരാദ്യം ഹയർ ചെയ്തത്. സോ എനിക്കിവിടെ ഉള്ള സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ അറിയാം, അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയാം, പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ അറിയാം, പിന്നെ ഇതിൻ്റെ എന്താ പറയുക, അൽഗോരിതം അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്ത് SEO ഒക്കെ കൊടുക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അറിയാം. അപ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഒരു ചാനൽ കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയാം. ഈ ഒരു നോളജ് എനിക്കുണ്ട്. അപ്പോൾ അന്ന് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ 2 എക്സാമും അതിന് ശേഷമാണ് നവംബർ. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്നെ വിളിച്ചു ഇങ്ങനെ, അതായത് ആളുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്താൽ മതി. ആക്ച്വലി അതൊരു ഫുൾ ടൈം ജോബാണെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ട് കയറി. ഒരു 5-6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. ഇനി എങ്ങനെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ് അപ്പോൺ എ സ്കിൽ. എൻ്റെ കയ്യിൽ 3 സ്കില്ലുകളാണുള്ളത്: വീഡിയോ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അപ്ലോഡിങ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. ഈ 3-4 സ്കില്ലുകളുള്ളത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ജോലി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കറൻ്റ്ലി അതൊരു ബിസിനസ്സായിട്ട് ചെറിയൊരു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നു. ബിസിനസ് ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് സോഷ്യൽ മീഡിയയുടെ മാനേജ്മെൻറ്റിൻ്റെ എലിജിബിലിറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എലിജിബിലിറ്റി അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൽ വേണ്ടത്. അതായത് നമ്മൾ മാനേജ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയ്ക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പാകത്തിനുള്ള കണ്ടൻറ്റ് സ്ക്രിപ്റ്റ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യലാണ്. ഇതൊക്കെ നമുക്ക് ഒരു പാക്കേജായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബേസ് പാക്കേജ് 50,000, ബേസ് എന്ന് പറയുമ്പോൾ വളരെ ബേസാണ്. അപ്പോൾ 50,000-നാണ് ചെയ്യാറ്. 15, ഓക്കെ, 15. ഓക്കെ, സോ അത് നല്ലൊരു പാക്കേജ് എടുക്കണമെങ്കിൽ കസ്റ്റമറിന്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ലയൻറ്റിന് റിസൾട്ട് കൊടുക്കണമെങ്കിൽ മിനിമം ഒരു 20,000-ൻ്റെ പാക്കേജ് ആയിരിക്കും ഏറ്റവും നല്ലത്. സോ അങ്ങനെ നമ്മൾ പാക്കേജ് വൈസായിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പല ബിസിനസ്സുകളും റണ്ണാവുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ് സോഷ്യൽ മീഡിയ ത്രൂ വീണ്ടും ആളുകളിലേക്ക് എത്തിക്കുക, ഗ്രോ ചെയ്യുക, ഇതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 5-6 വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ല. കറക്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റണം.
അപ്പോൾ അങ്ങനെ റിസൾട്ട് ഇപ്പോൾ ഞാൻ റിൻസി ചേച്ചിയുടെ പേജ് മാനേജ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മന്തിൽ, അതായത് 1.5 മന്തിൽ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആക്കിയെടുത്തു. ദെൻ 5 മന്തിൽ അറൗണ്ട് 80K, അതായത് 800 ഫോളോവേഴ്സിൽ നിന്നും 80,000 ഫോളോവേഴ്സിലേക്ക് ആ ഒരു പേജിനെ ഗ്രോ ചെയ്ത് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പരിപാടി അറിയാവുന്നതുകൊണ്ടല്ലേ. അപ്പോൾ ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയും നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്തു. പക്ഷേ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കാണ്. അങ്ങനെ ഫേസ്ബുക്ക് ഇപ്പോൾ ഒരു 2 lakh അടുപ്പിച്ച് ആവാറാവുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഗ്രോ ചെയ്തത്. അപ്പോൾ ഇതും ഇനിയും ഞാനിപ്പോൾ ക്ലയൻസിനെ അക്യൂർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലയൻസിനെ, ഇപ്പോൾ 100 ക്ലയൻസിനെ ഒന്നും എടുക്കാൻ പറ്റില്ല. മാക്സിമം ഒരു 10. ഓക്കെ, ഇപ്പം ഞാനും നമ്മുടെ ഷാജിയേട്ടനും കൂടിയിട്ടാണ് ഇനി ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കുറച്ച് ക്ലയൻസിനെ വെച്ചിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 4 വീഡിയോ ഇട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം മറിച്ച് ഒരു 4-5 വർഷം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാനും റിസൾട്ട് കൊടുക്കാനും പറ്റുന്നത്. അൾട്ടിമേറ്റ്ലി സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല. ഇനി എങ്ങനെ ജോലി ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്കുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം? വാട്ടെവർ നിങ്ങളൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ കോഡിങ് ആണെങ്കിലും വാട്ടെവർ ഇറ്റ് ഈസ്, സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ അതായത് ഈ 2025 തൊട്ടിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ജോലി കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ ജോലി കിട്ടൽ വളരെ കുറവായിരിക്കും. മറിച്ച് എക്സ്പീരിയൻസിൻ്റെയും നോളജിൻ്റെയും ബേസിക്കലായിരിക്കും ജോലി കിട്ടുക. അതുകൊണ്ട് തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ട്, അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്കില്ല്, നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടോ ആ സ്കിൽ ബേസ്ഡ് ആയിരിക്കും ജോലി കിട്ടുക. സ്കില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറ്റിയോ നമ്മുടെ കയ്യിലുള്ള സ്കില്ല്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്കില്ല് ഒരുത്തനെ അടിച്ചുകൊണ്ട് പോവില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കുള്ളൊരു സ്കില്ല് അത് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളുടെ ആ സ്കില്ല് ആർക്കാണോ വേണ്ടത് അവരിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് റവന്യൂ സോഴ്സ് ആക്കാൻ പറ്റും. നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച് 1-2 ആൾക്കാർക്കല്ല ചെയ്ത് കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ 5-10 ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളുടെ സ്കില്ല് വെച്ച് നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മളുടെ സ്കില്ല് നമ്മൾ 10 പേർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ 10 പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കില്ല്. അതായത് സ്കില്ലുള്ളവനെ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്കില്ല്. നമ്മൾ സ്കിൽഡ് ആവുക, ആ സ്കില്ല് ഉപയോഗിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല, ഇപ്പം വർക്ക് ചെയ്യുക, അതായത് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലമൊക്കെ കടന്നുപോയി. ഇനി സ്കിൽ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്കില്ല് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന്, അതായത് ഈ സ്കില്ലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇത് ടൈം എടുക്കും, സമയമെടുത്ത് മെല്ലെ മെല്ലെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമ്മൾ ഇതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനി ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്നൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു. ഇനി എങ്ങനെ ക്ലയൻസിനെ അക്വയർ ചെയ്യാം? അതായത് നമ്മൾക്ക് സ്കില്ലുണ്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. അതിനെന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യണം? നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡാവും. പേഴ്സണൽ ബ്രാൻഡായി മാറി പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ കുറച്ച് നല്ല രീതിക്ക് മാർക്കറ്റും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയതും ഞാൻ വർക്ക് ചെയ്തതും. ഇപ്പോഴും ഞാൻ അവരായിട്ട് നല്ല കണക്ഷനിൽ തന്നെയുണ്ട്. സ്റ്റിൽ ഐ എം വെരി ഹാപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 5-6 മാസം ഞാൻ അവിടെ നിന്നത് എനിക്ക് ജോലി ചെയ്യാണെന്നേ തോന്നിയിട്ടില്ല. എനിക്ക് അവിടെ പഠിക്കാനും എൻ്റെ എൻ്റർടൈൻമെൻറ്റിനും എല്ലാം പറ്റിയിട്ടുണ്ടായി. സച്ച് എ ഹാപ്പി മൊമെൻറ്റ്സ്. ഓൾവേസ് റിൻസി ചേച്ചിയുടെ ഫുഡ് ഈസ് റിയലി അമേസിങ്. നമ്മൾ ഡെയിലി ചിലപ്പോൾ 4 ഷൂട്ട് 5 ഷൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 4 ഡിഷ് 5 ഡിഷൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസൊക്കെ തന്നെയാണ്. സോ ഗൈസ്, ഇങ്ങനെയായിരുന്നു. വി ഓൾവേസ് ലേൺ എ സ്കിൽ. ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്ന പിള്ളേരുടെ കാര്യമാണെങ്കിലും അവർ ജർമ്മൻ പഠിക്കുന്നു,
ആൻഡ് അത് പഠിപ്പിക്കാനുള്ളൊരു സ്കില്ല് അവർക്കുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഏൺ ചെയ്യാം. ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് വേ. നമ്മൾക്ക് എല്ലാവർക്കും പൈസ വേണം. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ നല്ല സ്കില്ലാണ്. ഞാൻ അത്ര നന്നായിട്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യില്ല. അത്യാവശ്യം ട്രിമ്മും കട്ടും, പിന്നെ ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യില്ല. അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ശരി, ബൈ.